ഭാവഗായകൻ പി ജയചന്ദ്രനെയും മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം.ടി. വാസുദേവൻ നായരെയും അനുസ്മരിച്ച മാണിക്യമംഗലം സൗഹൃദ കൂട്ടായ്മ സ്കൂൾ ജംഗ്ഷനിൽ നടത്തിയ പരിപാടി വെറ്ററൻസ് ഇന്റർനാഷണൽ സ്പോർട്സ് താരം പി.വി. ജോണി ഉദ്ഘാടനം ചെയ്തു. മാണിക്യമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എം.ടി. വാസുദേവൻ നായർ, പി ജയചന്ദ്രൻ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. ഏതാണും ലക്ഷ്യമെന്നറിഞ്ഞില്ല അഖിലാണ്ട മണ്ഡല ശീതി അഞ്ജന കല്ലുകൾ മിടുക്കിയെടുക്കി അഖിലാണ്ട മണ്ഡല ശീതി. സ്കൂൾ ജംഗ്ഷനിൽ നടന്ന പരിപാടി വെറ്ററൻസ് ഇന്റർനാഷണൽ സ്പോർട്സ് താരം പി.വി. ജോണി ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ കൂട്ടായ്മയിലെ മുതിർന്ന അംഗം കെ.സി. തോമസ് അധ്യക്ഷത വഹിച്ചു. പാലോട് ജയപ്രകാശ്, കാലടി മണി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സിനിമാ രംഗത്ത് തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും സാധാരണക്കാരെ ഏറ്റവും കൈവരുന്ന സാധനമാണ് സിനിമാ രംഗത്ത് തന്നെ ഒട്ടനേകം സിനിമകൾക്ക് തിരക്കഥയുകയും കഥ എഴുതുകയും നമ്മളെയൊക്കെ കുളവും കൊള്ളിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. നിർമ്മാല്യം എന്ന സിനിമ 1973 ഇറങ്ങിയത്. ആ നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരവും ഒപ്പം തന്നെ ഈ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭഗവതിയുടെ നേരത്തെ കാത്തിച്ചു തുപ്പുന്ന ഒരു കോമരമായി ഉറഞ്ഞുള്ളിയ പി ജെ ആന്റണിക്ക് ഭാരത് അവാർഡ് വരെ നേടിക്കൊടുത്ത ആ സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാതാവും ശ്രീ എം.ടി. വാസുദേവൻ നായർ തന്നെയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോംസൺ കോലഞ്ചേരി, ബിജു മാണിക്യമംഗലം, ശശിധരൻ എം.ജി, എം.എ. ശശി, അഗസ്തി ആലൂക്ക, എ.ആർ. മണി തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റീഫൻ മണ്ണായൻ, ജയാനന്ദൻ കെ.വി, ഷാജി സരിക, എം.ആർ. സുരേഷ്, മോഹനൻ മാഷ്, സോമൻ തുടങ്ങിയവർ ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാലടി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.